ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്താണ്, റെസിസ്റ്റിവിറ്റി എന്താണ്, ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി റെസിസ്റ്റൻസുമായും റെസിസ്റ്റിവിറ്റിയുമായും ബന്ധപ്പെട്ട 2 ടോപ്പിക്കുകളാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ ടോപ്പിക്ക് കണ്ടക്റ്റൻസ് ആണ്, രണ്ടാമത്തെ ടോപ്പിക്ക് കണ്ടക്ടിവിറ്റി. കണ്ടക്റ്റൻസ് ആൻഡ് കണ്ടക്ടിവിറ്റി വളരെ എളുപ്പമുള്ള 2 ടോപ്പിക്കുകളാണ്. ആദ്യത്തെ ടോപ്പിക് നോക്കാം, കണ്ടക്റ്റൻസ്. റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്റ്റൻസ്. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടിവിറ്റി. വളരെ എളുപ്പമുള്ള 2 ചെറിയ ടോപ്പിക്കുകളാണ്. കണ്ടക്റ്റൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ G എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. 3 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പോയിന്റ് അതിൻ്റെ വളരെ ചെറിയൊരു ഡെഫിനേഷനാണ്. എന്താണ് കണ്ടക്റ്റൻസ്? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. രണ്ടാമതായി ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടക്റ്റൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ G എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. ക്യാപിറ്റൽ G ഈസ് ഈക്വൽ ടു 1/R. R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. മൂന്നാമത്തെ പോയിന്റ്, കണ്ടക്റ്റൻസിൻ്റെ SI യൂണിറ്റ് എന്തായിരിക്കും? റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. OHM. ഓം ആണ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്. OHM. നമ്മളതിനെ ഈ ഒരു സിമ്പൽ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ഒരു ഹംപ് പോലത്തെ ഒരു സിമ്പൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യാറ്. ഓം എന്നാണ് അതിനെ വിളിക്കുന്നത്. 1/റെസിസ്റ്റൻസ്, അതായത് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റിൻ്റെ റെസിപ്രോക്കൽ. അങ്ങനെയാണെങ്കിൽ ഓം റേസ് ടു -1 ഇടേണ്ടി വരും. സിംബോളിക്കലി എഴുതുകയാണെങ്കിൽ ഓം ആണ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്. അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓം റേസ് ടു -1 ഇടേണ്ടി വരും. ഇനി OHM എന്നായിരുന്നു നമ്മളതിനെ വിളിച്ചിരുന്നത്, ഓം. അതിനെ ഒന്ന് തിരിച്ചു വിളിച്ചു നോക്കൂ. MHO, മോ. ഓം റേസ് ടു -1 നിങ്ങൾക്ക് സിംബോളിക്കലി ഇടാം, അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് വിളിക്കാം MHO. അല്ലെങ്കിൽ കണ്ടക്റ്റൻസിൻ്റെ തന്നെ മറ്റൊരു യൂണിറ്റാണ് സീമൻ. S എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. 3 പോയിന്റുകൾ. കണ്ടക്റ്റൻസിൻ്റെ കീഴിൽ 3 പോയിന്റുകൾ. ഒന്ന് അതിൻ്റെ ഡെഫിനിഷൻ, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. രണ്ടാമത്തേത് അതിൻ്റെ ഇക്വേഷൻ, G ഈസ് ഈക്വൽ ടു 1/R. മൂന്നാമത്തേത് അതിൻ്റെ SI യൂണിറ്റ്. ഒന്നില്ലെങ്കിൽ MO എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഓം റേസ് ടു -1 എന്ന് എഴുതാം. അതുമല്ലെങ്കിൽ സീമൻ, ക്യാപിറ്റൽ S എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി എന്താണ് കണ്ടക്ടിവിറ്റി? റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് കണ്ടക്റ്റൻസ് എങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ് കണ്ടക്ടിവിറ്റി. നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിമ്പൽ സിഗ്മയാണ്. സിഗ്മ. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് കോൾഡ് കണ്ടക്ടിവിറ്റി. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സിമ്പൽ സിഗ്മ. സിഗ്മ ഇസ് ഈക്വൽ ടു 1/ρ. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റിയാണ്. ഇനി എന്താണ് ഈ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്? റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു R × A/L ആണെന്ന് നമുക്കറിയാം. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മീറ്റർ സ്ക്വയർ ആണ്. ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ മുകളിലുള്ള ഒരു മീറ്റർ സ്ക്വയറിലത്തെ 1 മീറ്ററും താഴെയുള്ള 1 മീറ്ററും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് നമുക്ക് കിട്ടുക ഓം മീറ്ററാണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റാണ് ഓം മീറ്റർ. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എടുത്ത് അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. SI യൂണിറ്റ് ഇസ് ഈക്വൽ ടു ഓം മീറ്റർ ആണ് അവിടെയുള്ള യൂണിറ്റ്. അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്താണ്? ഓം റേസ് ടു -1, മീറ്റർ റേസ് ടു -1. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓം റേസ് ടു -1 എന്ത് വിളിക്കാം? മോ എന്ന് വിളിക്കാം. അതും അല്ലെങ്കിൽ സീമൻ എന്ന് വിളിക്കാം. ഞാനിവിടെ സീമൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സീമൻ. ഓം റേസ് ടു -1 പകരം ഞാൻ സീമൻ എടുത്തു. മീറ്റർ റേസ് ടു -1. ഇതാണ് നമ്മുടെ കണ്ടക്ടിവിറ്റിയുടെ SI യൂണിറ്റ്. ഓം റേസ് ടു -1, മീറ്റർ റേസ് ടു -1. അല്ലെങ്കിൽ സീമൻ പെർ മീറ്റർ. അതും അല്ലെങ്കിൽ സീമൻ മീറ്റർ റേസ് ടു -1. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടക്റ്റൻസിൻ്റെയും കണ്ടക്ടിവിറ്റിയുടെയും കീഴിൽ പറയാനായിട്ടുള്ളത്.